ആ ആ, അതെ 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 അതെ, അങ്ങനെ അങ്ങനെ നമ്മളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ നമുക്കൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാ ഫണ്ടുകളെ കുറിച്ചിട്ടും നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ഇപ്പോൾ ലാർജിൽ ഏതൊക്കെ ഫണ്ടുകളുണ്ട്, മിഡിൽ ഏതൊക്കെ ഫണ്ടുണ്ട്, സ്മോളിൽ. അപ്പം അതായത് നമുക്ക് എല്ലാ ഫണ്ടുകളെ കുറിച്ചും നമുക്കൊരു ഐഡിയ ജനറേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ഈസി ആയിട്ടുള്ളൊരു കേസ് എന്നുള്ളത് ഇവിടെ ഏകദേശം എല്ലാ ടൈപ്പ് ഓഫ് ഫണ്ട്സിൻ്റെ ഒരു ലിസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇക്വിറ്റി ഫണ്ടുകൾ എടുക്കുന്നു, ഓരോ ഫണ്ടുകളെ നമ്മൾ നോക്കുന്നു. അതിനുശേഷം ഡെപ്റ്റ് ഫണ്ടുകൾ എടുക്കുന്നു, ഓരോ ഡെപ്റ്റ് ഫണ്ടുകൾ എടുക്കുന്നു, അതിൻ്റെ റിട്ടേൺ ലാസ്റ്റ് ഇയേഴ്സിൻ്റെ റിട്ടേൺ എത്രയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുന്നു. പിന്നെ അതിന് ശേഷം ഹൈബ്രിഡ് ഫണ്ടുകൾ എടുക്കുന്നു. പിന്നെ അതർ ടൈപ്പ് ഓഫ് ഫണ്ടുകൾ, ഇൻഡെക്സ് ഫണ്ടുകളും ETF-കളും ഏതൊക്കെയാണെന്നുള്ളത് നോക്കുന്നു. പിന്നെ സൊല്യൂഷൻ ഓറിയൻറ്റഡ് ഫണ്ടുകളുണ്ട്. സൊല്യൂഷൻ ഓറിയൻറ്റഡ് ഫണ്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ റിട്ടേണ്, ചിൽഡ്രൻസിൻ്റെ എഡ്യൂക്കേഷൻസ്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന, നമ്മൾ മാറ്റി വയ്ക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അതിനൊക്കെ സ്പെസിഫിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ് സൊല്യൂഷൻ ഓറിയൻറ്റഡ് ഫണ്ട് എന്ന് പറയുക. അത്തരം ഫണ്ടിന് ഒരു പ്രത്യേകത ലോക്കിംഗ് പീരീഡ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ഫണ്ടുകളെ കുറിച്ചിട്ട് നമ്മളൊരു ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് ഫ്യൂച്ചർ റിസർച്ചിനും ഫ്യൂച്ചർ കാര്യങ്ങൾക്കൊക്കെ നമ്മളൊരു സെൻസിബിളായുള്ള റേഷണലായുള്ള ജഡ്ജ്മെൻറ്റ് എടുക്കാൻ ഇത്തരം ഫണ്ടുകൾ ഇത്തരം ഈ ഒരു എല്ലാ ഫണ്ടുകളെ കുറിച്ചിട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതേപോലെ മാർക്കറ്റിലുള്ള ഈ നമുക്ക് അറൗണ്ട് ഒരു 50 കമ്പനീസ് ഉണ്ട്. അതിൽ 30-40 കമ്പനീസ് ആക്റ്റീവായിട്ട് തന്നെ മ്യൂച്വൽ ഫണ്ടുകളുമായിട്ട് മാർക്കറ്റുണ്ട്. കുറച്ച് കമ്പനീസ് ഇപ്പോൾ L&T മ്യൂച്വൽ ഫണ്ട്സ് പോലെയുള്ള കുറച്ച് കമ്പനീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷേ അവരുടെ ഫണ്ടുകളൊക്കെ വരുന്നുള്ളൂ. ഇൻകമ്മിങ് ഫ്യൂച്ചറിൽ ഇത്തരം എല്ലാ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളും ഫണ്ടുമായിട്ടും വരും എന്ന് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം ചില ഫണ്ടുകൾക്ക് 100-ൽ പരം മ്യൂച്വൽ ഫണ്ടുകളുള്ള മ്യൂച്വൽ ഫണ്ട് ഹൗസസ് ഉണ്ട്. പക്ഷേ ഇനി 1, 2, 3 ഫണ്ടുകളുള്ള മ്യൂച്വൽ ഫണ്ട്സുകളുണ്ട്. അപ്പോൾ എല്ലാ ഫണ്ട് ഹൗസസിൻ്റെയും എല്ലാ ടൈപ്പ് ഫണ്ടും എടുത്തിട്ട് അതിൻ്റെ 1 ഇയർ, 2 ഇയേഴ്സ്, 5 ഇയേഴ്സ്, അതേപോലെ ഒരു 10 ഇയേഴ്സ് റിട്ടേൺസും, അതിന് പോർട്ട്ഫോളിയോയിൽ എത്ര ഷെയർസ് ഉണ്ട് എന്നും അങ്ങനെയൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് കമ്പയർ ചെയ്ത് ഒരു ടോപ്പ് 10-ൽ എത്ര അലോക്കേഷൻസ് ഉണ്ട്, ടോപ്പ് 5-ൽ എത്ര അലോക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിംപ്ലി നല്ല ഫണ്ടുകൾ ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അപ്പം അങ്ങനെ നമ്മളെ ഭാഗത്തുനിന്ന് ഒരു എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുക, അത് നമുക്ക് നമ്മളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഡെപ്റ്റ് ഫണ്ടുകൾ ബാലൻസ് ഉള്ള ടൈപ്പും കൂടെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു അൾട്രാ ഷോർട്ട് ഫണ്ടുകൾ നമ്മൾ പറഞ്ഞു 3 to 6 മന്ത്സിലേക്ക് വേണ്ട ഫണ്ടുകളാണ്. ഒരു ലോ ഡ്യൂറേഷൻ ഫണ്ട് എന്നുള്ളത് ഒരു ലെസ് ദാൻ 1 ഇയേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്ററിന് ലോ ഡ്യൂറേഷൻ ഫണ്ടുകൾ തിരഞ്ഞെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ അതേപോലെ മണി മാർക്കറ്റ് ഫണ്ടുകളുണ്ട്. മണി മാർക്കറ്റ് ഫണ്ടുകൾ എന്നുള്ളത് ഒരു 1 ഇയർ പെർസ്പെക്റ്റീവിൽ, മണി മാർക്കറ്റ് നമുക്കറിയാം 1 ഇയറിൽ അല്ലെങ്കിൽ ഷോർട്ട് ടേം മാർക്കറ്റിനെയാണ് മണി മാർക്കറ്റ് എന്ന് പറയുക. അപ്പോൾ 1 ഇയേഴ്സ് കൊണ്ട് മെച്യൂരിറ്റി ആവുന്ന എല്ലാ ഫണ്ട്സും കം അണ്ടർ ദ കാറ്റഗറീസ് ഓഫ് മണി മാർക്കറ്റ്. പിന്നെ അതേപോലെ ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ട്സ് ഉണ്ട്. ഇവിടെ ഷോർട്ട് ഡ്യൂറേഷൻസ് ഉദ്ദേശിക്കുന്നത് ഒരു 1 to 3 ഇയേഴ്സിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരം ഫണ്ടുകളെ ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ടുകൾ എന്നാണ് പറയാം. നമുക്കൊരു ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. എന്താണ് അതിൻ്റെ ഒരു റിട്ടേൺസ്, അതെവിടെയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ട്സിൽ ജിയോ കാരണം കമ്പാരറ്റീവ്ലി പുതിയ ഫണ്ട് ഹൗസാണ്, ഒരു 1 months പുതിയ ഫണ്ടുമാണ്. ഓക്കെ, നമുക്ക് അവരുടെ ഒരു പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് ഹോൾഡിംഗ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിബഞ്ചേഴ്സ്, അതേപോലെ തന്നെ NCDs, പിന്നെ ഡിബഞ്ചേഴ്സും ബോൺഡ്സ്, CDs അങ്ങനെയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് തന്നെയാണ്. ഹോൾഡിംഗ് പൊസിഷൻസ് നോക്കുന്ന സമയത്ത് ഒരു 85% ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു 14-15% ക്യാഷ് ഹോൾഡിംഗ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എക്സിറ്റ് ലോഡ്സ് ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ താഴെ തന്നിട്ടുണ്ട്. അതിൽ ടോപ്പ് 5 ഒരു പ്രത്യേകത എന്നുള്ള ടോപ്പ് 20 ഷെയർസിലായിട്ട് 80% ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുന്നത്. അപ്പോൾ ഡെപ്റ്റ് ആയതുകൊണ്ട് ആ 80% ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തിയിട്ടുള്ള ഈ ഒരു ഫസ്റ്റ് പാർട്ടിൻ്റെ വേണമെങ്കിൽ അവരൊരു ക്രെഡിബിലിറ്റി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫണ്ട് എങ്ങനെയാണുള്ളത്, എങ്ങനെയാണ് അതിൻ്റെ വാലിഡിറ്റി എന്നൊക്കെ നമുക്ക് തന്നെ മനസ്സിലാവും എന്നുള്ളതാണ് ഇത് ത്രൂ ഔട്ട് ഇത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന് ഒരു റിട്ടേൺ നോക്കുന്ന സമയത്ത് ഇതിനൊരു ലോങ് ടേം റിട്ടേൺ പറയാനില്ല. ഒരു 1 months
ഒരു 1% അടുത്ത് 0.07% എന്നുള്ള 1% അടുത്ത് റിട്ടേൺ 1 മന്ത്സിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു നല്ലതാണ്. അതായത് ഒരു 1 ഇയറിൽ നമുക്ക് അറൗണ്ട് ഒരു 7% to 8% വരെ റിട്ടേൺ, 8 to 8.5% വരെ റിട്ടേൺ ഈ ഫണ്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഡെപ്റ്റ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളിന് ഒരു 7 മുതൽ 8, 9, 10% റിട്ടേൺ വരെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത്തരം ഡെപ്റ്റ് ഫണ്ടുകൾ. പിന്നെ ഇതേപോലെ മീഡിയം ഡ്യൂറേഷൻസ് ഉണ്ട്, 3 മുതൽ 4 വരെ 5 വരെയൊക്കെ ചെയ്യുന്ന ആളുകൾ. പിന്നെ മീഡിയം ടു ലോങ് ടേം ഉണ്ട്, ഒരു 5 മുതൽ 7 വരെ ചെയ്യുന്ന ആളുകൾ. അതേപോലെ ഒരു 7 ഇയേഴ്സിൽ കൂടുതൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു ഫണ്ട് ഉണ്ട്. ഇത് കൂടുതൽ ചെയ്യാറ് ഇങ്ങനെയാണ്, ഒരു ഓൾറെഡി ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വിറ്റിയിൽ ഉണ്ട്. അപ്പോൾ ഇക്വിറ്റി മാർക്കറ്റിൽ എപ്പോഴെങ്കിലും ഒരു ക്രാഷ് വരും, അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ആ ക്രാഷ് വരുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ ഒരു ക്യാഷ് വേണം. ആ ക്യാഷ് എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും ഡെപ്റ്റ് ഇൻസ്ട്രുമെൻസിനെ കൺസിഡർ ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ ലോങ് ടേം ഒരു പോയിന്റ് ഓഫ് വ്യൂ ഹോൾഡ് ചെയ്യുന്ന ആളുകളാണ് പൊതുവെ എന്ത് ചെയ്യാറ്, ഇത്തരം എക്സ്പോഷേഴ്സ് എടുക്കാറ്. അറൗണ്ട് നമുക്ക് ലോങ് ഡ്യൂറേഷൻ ഫണ്ടുകൾക്കൊക്കെ ഒരു 7-8% റിട്ടേൺ ആണ് SBI ഇവർ കൊടുത്തിട്ടുള്ളത്. നമുക്ക് മറ്റൊരു ഫണ്ടും കൂടെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. SBIയുടെ ഫണ്ടിൻ്റെ റിസൾട്ട് ഇങ്ങനെയാണ്. പക്ഷെ നമുക്ക് മറ്റൊരു ഫണ്ട് ഹൗസും കൂടെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. HDFC ലോങ് ഡ്യൂറേഷൻ ഫണ്ട്സിന് ഒരു അറൗണ്ട് ആ ഒരു റിട്ടേൺ തന്നെയാണ്, ഒരു 7-8% റിട്ടേൺ തന്നെയാണ് നോർമലി ലഭിക്കുന്നത്. അപ്പം നമുക്കൊരു സേഫർ സൈഡ്, അതായത് ജസ്റ്റ് ഇൻഫ്ലേഷനെ ഹെഡ്ജ് ചെയ്യുക. ഇൻഫ്ലേഷൻ മാർക്കറ്റിൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, ആ ഇൻഫ്ലേഷനെ ഹെഡ്ജ് ചെയ്യാനുള്ള മിനിമം എമൗണ്ട് ഇത്തരം ഫണ്ടുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഇനി ജസ്റ്റ് നമുക്ക് നോക്കുമ്പോൾ അടുത്തൊരു സ്ലൈഡും കൂടെ പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത് സ്പെഷ്യലൈസ്ഡ് കാറ്റഗറി അസറ്റ് കാറ്റഗറീസ് ആണ്. ഒന്ന് നമ്മൾ പറയുന്നത് നോർമലി ഡൈനാമിക് ബോൺസ് ആണ്. അപ്പോൾ ഡൈനാമിക് ബോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു ഫ്ലെക്സിബിൾ ബോൺസ് ആണ്. അതായത് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അനുസരിച്ച് എന്ത് ചെയ്യാം, അവിടെ ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫണ്ട്സ് ആണ് ഡൈനാമിക് ബോണ്ട് ഫണ്ട്സ്. പിന്നെ അതേപോലെ ക്രെഡിറ്റ് റിസ്ക് ഫണ്ട്സ് ഉണ്ട്. ക്രെഡിറ്റ് റിസ്ക് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇൻവെസ്റ്റ് അറ്റ്ലീസ്റ്റ് 65% ഇൻ ഇറ്റ്സ് കോർപ്പറേറ്റ്സ് ഇൻ ലോ റേറ്റ് കോർപ്പറേറ്റ് ബോൺസ് ആണ്. അതായത് ഇത് ഹൈ റിസ്ക് റേറ്റ് ഹൈ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റും കിട്ടും, കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച്, ഞാൻ നേരത്തെ പറഞ്ഞു AAA ഒന്നും ഇല്ലാത്ത അതിന് താഴെ ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള ഫണ്ടുകളിൽ ചൂസ് ചെയ്ത് അത്തരം ഡെപ്റ്റ് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് ഈ ക്രെഡിറ്റ് റിസ്ക് ഫണ്ടുകൾ. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഗിൽഡ് ഫണ്ടുകളുണ്ട്. അത് ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സ് ആണ്. ഏതാണ് കോർപ്പസ് എന്ന് എവിടെയായിരുന്നു കണ്ടത്? ഓക്കെ. കോർപ്പസ് ഈ ഒരു ടൈപ്പ് ഫണ്ടിലേക്ക് ഒരു 1 CR ആണ് വരുന്നതെന്ന് വിചാരിക്കുക. ആ 1 CRൻ്റെ 65 lakh rupees ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ ബോണ്ടുകൾ AAA റേറ്റിംഗ് ഒന്നും ഇല്ലാതെ AA റേറ്റിംഗിന് താഴെ റേറ്റിംഗ് ഉള്ള ഫണ്ടുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ റിസ്ക് കുറവാണ്. അതിന് AA അല്ലെ AAയുടെ താഴേക്ക് എന്നൊക്കെ പറഞ്ഞാൽ റിസ്ക് കൂടുതലുള്ള ഫണ്ടുകളാണ്. പക്ഷേ അതിന് റിട്ടേണും കൂടുതൽ കിട്ടും കേട്ടോ നമുക്ക്. പക്ഷേ റിട്ടേൺ കൂടുതൽ കിട്ടുന്നതിന് നമ്മൾ അധികം അത്തരം ഫണ്ടുകളിൽ ഡിഫാൾട്ട് റിസ്ക് ഉണ്ടാവും. കമ്പനി മോശമായിരിക്കും, അവർ ബാക്കപ്പ് ചെയ്തിട്ടുള്ള അസറ്റ് മോശമായിരിക്കും, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ അത്തരം ഫണ്ടുകൾക്കുണ്ട്. പിന്നെ അതേപോലെ തന്നെയാണ് ഗിൽഡ് ഫണ്ട്സ് ഉണ്ട്. ഗിൽഡ് ഫണ്ട്സ് ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റി ഫണ്ട്സ് ആണ്. അത് എപ്പോഴും ഹൈ സെക്യൂർ ആയിട്ടുള്ള ഫണ്ടുകളാണ് ഗവൺമെൻറ് ഫണ്ട്സ് അല്ലെ ഗിൽഡ് ഫണ്ട്സ് ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഹൈ ആയിട്ടുള്ള സെക്യൂരിറ്റി അല്ലേ അവിടെ നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അത്തരം നമുക്ക് ഹൈ സെക്യൂർഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഗവൺമെൻറ് ഗിൽഡ് ഫണ്ട്സ് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ പബ്ലിക് ആൻഡ് PSU ഫണ്ട്സ് എന്നുള്ളതുണ്ട്. അത് മീൻസ് ബാങ്ക്സിനും അതേപോലെ പബ്ലിക് സെക്ടർ അണ്ടർടേക്സിന് വേണ്ടിയിട്ട് അത്തരം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യുന്ന ഡെപ്റ്റ് ഫണ്ടുകളാണ്. അതൊരു സെക്ടറൽ ബേസ്ഡ് ഡെപ്റ്റ് ഫണ്ടാണ്.
പിന്നെ അതേപോലെ കോർപ്പറേറ്റ് ബോണ്ട്സ് ഉണ്ടാവും. കോർപ്പറേറ്റ് ബോണ്ട്സിൻ്റെ പ്രത്യേകത അവിടെ ഇതേപോലെ AA+ റേറ്റിംഗ് ആൻഡ് എബവ് ഉള്ള ഫണ്ടുകളിൽ മാത്രം, അതായത് നല്ല ബോണ്ടുകളിൽ മാത്രമാണ് മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുക. ടോട്ടൽ ഫണ്ടിൻ്റെ 80% ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇതേപോലെ എന്താണ് അതായത് മിനിമം AA+ റേറ്റിംഗ് വേണം. അതിന് താഴേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. കാരണം താഴേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ ഹൈ റിസ്ക് വരും എന്നുള്ളതുകൊണ്ടാണ്. ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ, അതായത് റിസ്ക് കൂടുതലുള്ള ടൈപ്പിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. റിസ്ക് കുറവാണെങ്കിൽ ഞാൻ ജസ്റ്റ് നമുക്ക് കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ട് എടുക്കാം. അത് കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ടുകൾക്കൊക്കെ തന്നെ ഒരു 7.7% ഒക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക, ഡിബെഞ്ചേഴ്സിനേക്കാൾ അല്പം കൂടുതൽ എന്നുള്ള രീതിയിൽ. ക്ലിയർ ആണോ?